much we is pleasure, boom, cheap pleasure. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് ആൻഡ്രോയിഡ് കാർ ഗെയിംസായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. കാർ ഗെയിംസ് കേട്ടോ ഗൈസ്. അതായത് നമുക്ക് അത്യാവശ്യം കുറച്ച് ഓഫ് റോഡ് ഗെയിംസ്, പിന്നെ അല്ലാത്തൊരു ഗെയിമും ഉണ്ട്. അല്ലാത്തൊരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് റേസിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഗെയിമാണ്. പിന്നെ ബാക്കി ഓഫ് റോഡ് ഗെയിംസാണ് ഗൈസ്. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് സോൺ ഓൺലൈൻ എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഗൈസ്, ഇതിലെല്ലാ വണ്ടികളും ഉണ്ട്, കാര്യങ്ങളുണ്ട്. നമുക്ക് റേസ് ചെയ്യാം, ഓൺലൈനായിട്ട് കളിക്കാം, കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. ഈ കാർ എക്സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമില്ലായിരുന്നു നമ്മുടെ പ്ലേ സ്റ്റോറിൽ, അതുപോലെ തന്നെ ഒരു 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 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവറുള്ളൊരു ഗെയിം തന്നെയാണ് ഗൈസ്. ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ കൂടെ കളിക്കാൻ, ഓൺലൈനിൽ കൂടെ ചാറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഈ സൈഡിൽ പിന്നെ വേറൊരുത്തൻ്റെ വണ്ടി കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം ഗൈസ്. വീടിൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ച് കളിക്കാൻ പറ്റും ഗൈസ്. പിന്നെ നമുക്ക് കിട്ടുന്ന വണ്ടി, ഫസ്റ്റ് എടുത്ത വണ്ടി ഇതായിരിക്കും. ഞാൻ ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഉള്ള ഒരു ഗെയിം പ്ലേ ആണ് ഗൈസ് ഈ ഷൂട്ട് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ട്, ആ സമയത്ത് നല്ലതായിരുന്നു. ഈ സമയത്തും അതേപോലെ തന്നെയാണ്, നല്ലൊരു ഗെയിം തന്നെയാണ് ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ അത്ര നല്ല സ്പെക്കും കാര്യങ്ങളും ഉള്ള ഫോണൊന്നുമല്ല, അതുകൊണ്ട് ഒത്തിരി പവറും കാര്യങ്ങളൊന്നും ഇല്ല ഫോണിന്. അത്യാവശ്യം കുറച്ച് പവറുണ്ട്. ആ ഉള്ള ഒരു സ്പെക്കിനനുസരിച്ചാണ് ഈ ഗെയിം ഇപ്പോൾ ഓടുന്നത് ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഗ്രാഫിക്സൊക്കെ എന്ത് ചെറുതാണ് ഗൈസ്. ആദ്യം നമ്മൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണം പ്ലേ സ്റ്റോറിൽ നിന്ന്. ഈ ആപ്പ് ഇതിൻ്റെ ഒരു ആപ്പാണ് ഗൈസ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് ഗൈസ് അടുത്ത ഫയലുള്ളത്. എന്നാലേ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വണ്ടി ഇങ്ങനെ ലെവലപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. പിന്നെ ഓരോരോ റേസും കാര്യങ്ങളും ഉണ്ട്, അത് ചെയ്യണം. പിന്നെ നമുക്കിങ്ങനെ ഓരോ കാര്യം ക്രെഡിറ്റൊക്കെ കിട്ടും ഗൈസ്. പിന്നെ ഒത്തിരി ഭാഗ്യമുണ്ടെങ്കിൽ ഒരു സ്പിന്നിനൊക്കെ തന്നെ വേറെ വണ്ടിയൊക്കെ ചിലപ്പോൾ വേണേൽ കിട്ടും, നല്ല വണ്ടിയൊക്കെ കിട്ടും, ഭയങ്കര ഭാഗ്യമുണ്ടെങ്കിൽ ഗൈസ്. ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ഒറിജിനൽ പൈസ കൊടുത്ത് ഗെയിമിനകത്ത് കാറൊക്കെ വാങ്ങാൻ പറ്റും ഗൈസ്. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പിന്നെ വണ്ടി ഞാൻ പൊട്ടിക്കുന്ന കാണിച്ചു തരാം ഗൈസ്. എന്താ പൊട്ടാത്ത? ഓക്കെ, പൊട്ടി. ഇപ്പം ശരിക്കും കാണിച്ചു തരാം ഗൈസ്. പൊട്ടും എന്താ പൊട്ടി ഗൈസ്. കണ്ടോ? ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ വേണം പൊട്ടിക്കാൻ. എന്തായാലും കൊള്ളാം ഗൈസ്. ഇതാണ് നമ്മുടെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയാൻ ഞാൻ കാണിച്ചു തരാം ഗൈസ് ഓരോ കാര്യങ്ങൾ. കണ്ടോ? ഇങ്ങനത്തെ ഗെയിം, ഇങ്ങനത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്കിന്നും കാര്യങ്ങളും ഉണ്ട്, പവറുള്ള വണ്ടീസുണ്ട് ഗൈസ്. പിന്നെ എന്ത് പറയാനാ ഗൈസ്. നമുക്ക് ഫോണൊക്കെ ഉണ്ട് ഗൈസ്, ഫോണുണ്ട്, എല്ലാം ഉണ്ട്. ഈ അത്യാവശ്യം ഗെയിമിൽ മാക്സിമം എത്രയും പറ്റുന്നുണ്ടോ അത്രയും ഇത് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗെയിം തന്നെയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും കളിച്ചു നോക്കുക, കളിക്കുമ്പോഴേ അതിൻ്റെ ഫീൽ അറിയത്തുള്ളൂ. സൗണ്ടൊക്കെ ഫുൾ ഇട്ടിട്ട് ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പെയ്യെ ഫ്രീ മോഡൊക്കെ എടുത്ത് പെയ്യെ ഓടിച്ചൊക്കെ നോക്കണം ഗൈസ്. സെറ്റാ. നല്ലൊരു വണ്ടിയും കൂടെ കിട്ടാൻ വേണ്ടി ആദ്യം കുറച്ച് ഓടിക്കണം. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നൈസാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ആ വണ്ടി. ഈ വണ്ടി ഇത് നമുക്കറിയാവുന്ന ചെറുക്കൻ ഗൈസ്. ആ ഒരു വണ്ടിയുടെ പെയിൻറ്റും കാര്യങ്ങളും ആ ഒരു ഗ്ലോസി ടൈപ്പ് അത് എടുത്ത് നിൽക്കുന്ന അതൊക്കെ ഗൈസ് കിട്ടിയില്ല സാധനമാണ് കേട്ടോ. കിട്ടില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ആ വണ്ടി അങ്ങ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. ഗൈസ് ഇതൊക്കെയാണ്. ഇത് കുറേ ഉണ്ട് ഗൈസ്. കണ്ടോ? ഇങ്ങനെ നമ്മൾ അതിൻ്റെ ക്രേറ്റിൻ്റെ ഇത് കണ്ടോ? നമുക്കിങ്ങനെ ക്രേറ്റ് കിട്ടും കറക്കാൻ. അപ്പം നമ്മൾ ക്രേറ്റ് കിട്ടിയിട്ട് അത് കറക്കിയിട്ട് ലക്കുണ്ടെങ്കിൽ ഇതേലും ഒന്നങ്ങ് കിട്ടും ഗൈസ്. അങ്ങനെയാണ് ഈ ഒരു സംഭവം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വേണേലും വാങ്ങാം. പക്ഷേ ഇതിനൊന്നും ആരും പൈസ കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പൈസ കൊടുക്കാൻ അങ്ങനെ ആരും ഇല്ലയെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല ഗൈസ്. ചില പ്രാന്തന്മാരൊക്കെ കാണും ഇതുപോലത്തെ വണ്ടിയായിട്ട് ഭയങ്കര ഇതുള്ളവന്മാർ. ഗെയിമാണെങ്കിലും അങ്ങ് പൈസ കൊടുക്കും ഗൈസ്. ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അടുത്ത ഗെയിം ഞാൻ കാണിക്കാം ഗൈസ്. ഇതാണ് അടുത്ത ഗെയിം. നമ്മൾ ഓഫ് റോഡ് അഡ്വെഞ്ചർ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര് ഗൈസ്. ഇതൊരു ക്രാക്കാണ്. ക്രാക്കെന്ന് വെച്ചാൽ ഒരു മോഡ് APK ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഗൈസ്. ഇതിനകത്ത് നമ്മൾ പൈസ ഒക്കെ കണ്ടില്ലേ, ഒരു മോഡാണ് ഗൈസ്. ഞാനിപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. പക്ഷെ മറ്റേ ഗോൾഡൻ ഇത് 0 എന്നാണ്. അതും മോഡ് ഗൈസ്. അത് മോഡാക്കാൻ പറ്റിയില്ല, സോറി. എന്തായാലും കൊള്ളാം. നമ്മൾ താറ് വാങ്ങിച്ച് നമ്മുടെ പൈസ ആവശ്യം പോലെ ഉണ്ടല്ലോ അതിനകത്ത്.
ആവശ്യം പോലെ പൈസ കിടക്കും, ആദ്യം കിടക്കും. ഈ ഗെയിമിനകത്ത് എല്ലാ വണ്ടിയും വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. എന്ത് ചെയ്യാനാ, വണ്ടി ഫുള്ള് പണിതെടുക്കാനുള്ള പൈസ എൻ്റെ തന്നെ ഉണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് വണ്ടി ആദ്യം ജസ്റ്റ് ഒരു ഇച്ചിരി പണിതിട്ട് പോകാം ഗൈസ്. എല്ലാം ഒന്നും പണിയാൻ പറ്റത്തില്ല, കുറച്ചൊക്കെ പണിയാൻ പറ്റത്തുള്ളൂ. കുറേയൊന്നും ഇത് ഓപ്പൺ ആയിട്ടില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലോക്ക് ആക്കിയിട്ടില്ല, ഫുൾ ലോക്കാണ്. എനിക്കതറിയത്തില്ല. എനിക്കൊന്നും ഗെയിം കളിച്ച് നമുക്ക് മെഷീൻ കുറച്ച് കൂടി കഴിയുമ്പോൾ ഓരോന്നൊക്കെ അൺലോക്കായി കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും. പിന്നെ എന്താ പറയാനുള്ളത്, എൻ്റെ ചാനൽ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം ഗൈസ്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ എന്തിനീ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നതെന്ന്. അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ ഗൈസ്, നല്ലപോലെ ചാനൽ റീച്ച് ആവുന്നില്ല. കുറച്ച് കയറി വന്നാലേ ഗൈസ് ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. നിങ്ങൾ പറയും, ഓ ഇവൻ്റെ വീഡിയോ, ഇവനാണെങ്കിൽ എഡിറ്റിങ്ങും അറിയത്തില്ല, ഗെയിമും നല്ല പരിചയപ്പെടുത്തുന്നില്ല, പിന്നെന്തിന് ഇവൻ്റെ ചാനൽ ഇങ്ങനെ ചെയ്യുന്നത്. ഗൈസ് എനിക്ക് അറിയാവുന്ന പോലൊക്കെയാണ് ഗൈസ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് നല്ലപോലെ അറിയാമെങ്കിൽ ഞാൻ നല്ലപോലെ തന്നെ എഫോർട്ട് എടുത്ത് ചെയ്യും. എല്ലാം പെയ്യെ പഠിച്ചു വരുന്നുള്ളൂ ഗൈസ്. എന്തായാലും കൊള്ളാം. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ റിമ്മൊക്കെ സെറ്റ് ചെയ്ത് അതെല്ലാം സെറ്റാണ്. അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പൈസയൊക്കെ കൊടുത്ത്, പൈസ പിന്നെ നമുക്കൊരു വിഷയമല്ലല്ലോ ഗൈസ്. പിന്നെ പെയിൻ്റെന്ന് പറയാൻ ഒന്നുമില്ല. പിന്നെ മറ്റേ ഇത് വെക്കാം, മറ്റേ എന്തുവാ സൈലൻസർ, അത് മറ്റേ ഇതാക്കി മണ്ടയ്ക്ക് വെച്ച്. നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, സംഭവം എങ്ങനെയാണെന്ന് അറിയാലോ നിങ്ങൾക്കൊക്കെ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും കൊള്ളാം ഗൈസ്. ഇവിടുന്ന് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടേ ഗെയിം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെന്ത് ഭയങ്കരമായിരിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ നിന്നാണ് ഗെയിം തുടങ്ങുന്നത്. നമുക്ക് ഇതുണ്ട്, ഓപ്പൺ വേൾഡ് ഉണ്ട് ഗൈസ്. റേസിനൊക്കെ ആണെങ്കിൽ മൾട്ടിപ്ലെയർ ആണ്. നമ്മൾ ഓൾറെഡി ക്രാക്ക് ചെയ്ത് വെച്ചോണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്ക് ആദ്യത്തെ മറ്റേ മെഷീനും കാര്യങ്ങളുള്ള ഗൈസ്. നമുക്കിതൊരു മെഷീനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയായിരുന്നു എങ്ങനെ ഉണ്ടെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള മെഷീനാണിത്. ഇത് ഞാൻ കളിച്ചിട്ടില്ല ഗൈസ്. ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ മെഷീൻസും ഒക്കെയാണ് ഇതിന് വരുന്നത്. 7 ചെക്ക് പോയിൻ്റ് നമ്മൾ ഇത് ചെയ്യണം ഗൈസ്. ഗെയിം കളിക്കാൻ നല്ലൊരു രസമാണ്. നമ്മൾ ഈ PC, ലാപ്ടോപ്പ്, കൺസോള്, അതിനകത്തൊക്കെ വരുന്ന ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് നമ്മൾ ആൻഡ്രോയിഡിൽ ഒന്നും മൊബൈൽ ഫോൺസിലൊന്നും അങ്ങനെ വലുതായിട്ട് കിട്ടാൻ പോകുന്നില്ല ഗൈസ്. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഗെയിം, ഏകദേശം ഈ ഒരു മോഡൽ ടൈപ്പ് ഗെയിംസൊക്കെയാണ് എന്തായാലും ഇറങ്ങാൻ പോകുന്നത്, ഇറങ്ങിയിട്ടുള്ളതും. അല്ല ഭയങ്കര ഹൈ ഇതായിട്ടുള്ള ഗെയിംസൊന്നും അങ്ങനെ വരത്തില്ല ഗൈസ് ആൻഡ്രോയിഡിൽ അതിനനുസരിച്ചുള്ള സ്പെക്കും കാര്യങ്ങളും ഒക്കെ ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല ഗൈസ്. പിന്നെ ഗെയിംസ് ഉണ്ട്, അത് ഇതുപോലത്തെ ഗെയിംസ് അല്ല. നമ്മൾ PUBG പോലത്തെ ഗെയിംസ് അതൊക്കെ ഹൈ FPS, ഹൈ ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് കളിക്കുന്നവരും ഉണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ടൈപ്പ് ഫോണുണ്ട് ഗൈസ്, ഫോണുണ്ട്. ഗെയിംസാണ് അത്ര വലിയ ഇത് ഇല്ലാത്ത, മനസ്സിലായി. ഓക്കെ ഗൈസ്, അടുത്ത ഫ്രീ മോഡാണ് ഞാൻ കാണിച്ചു തരുന്നത് ഗൈസ്. ഇങ്ങനെയാണ് നമുക്ക് ഫ്രീ മോഡ് കളിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സൊക്കെ ഉണ്ട് ഗൈസ്. ഇത് തന്നെ ധാരാളം. ഇതൊക്കെ തന്നെ പോരെ ഗൈസ്, ഇത് കൂടുതൽ എന്താ വേണ്ടേ അല്ലേ ഗൈസ്. പിന്നെ നമുക്ക് എന്തായാലും അപ്പുറത്തൂടെ എടുക്കും ഗൈസ്. എന്തായാലും കുഴി വീഴ്ത്താതെ. ഓക്കെ ഗൈസ്, ഇതെന്ത് വെള്ളത്തിൽ പോകാത്തേ? ഹെലികോപ്റ്ററിൻ്റെ ഇത് തട്ടി ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. വെള്ളമോ ഡേഞ്ചറൊക്കെ എന്നാ വന്നേ. ഗൈസ്, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊന്നും നടക്കില്ല. ഇങ്ങനെയാണ് ഗൈസ് ഈ ഗെയിം എന്ന് പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ കാണിച്ചു തരാം ഓരോന്ന് ഗൈസ്. ചള്ളലൊക്കെ കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ പോകും വണ്ടി, തെന്നി നമ്മളെ വണ്ടി കയ്യിൽ നിന്ന് തെറിച്ചൊക്കെ പോകും ഗൈസ്, സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെ കണ്ടോ, അടിപൊളിയല്ലേ ഗൈസ്. ഇതൊരു മറ്റേ ജോജി തമ്പി ഇതിനകത്ത് ഗ്രൗണ്ടിലിട്ട് ചെയ്ത പോലുണ്ട് ഗൈസ്. മറ്റേ അവൻ്റെ താറില്ലേ, അതുപോലെയുണ്ട്. എന്തായാലും ഗൈസ്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കളഞ്ഞിട്ട് പോകും, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. ഓക്കെ, നമ്മുടെ വണ്ടി ഉണ്ടോ, ചള്ളയൊക്കെ ആയി ഗൈസ്. ചള്ളയൊക്കെ ഉണ്ട്, നമുക്ക് കഴുകി കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ ആവും. അങ്ങനെ ഒരു സംഭവമുണ്ട് ഗൈസ്, ഉണ്ടോ, ആ സാധനമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്തായാലും കൊള്ളാം.
മലയിൽ പോവാം. ആ മല കയറിയിട്ട് വെളിയിലോട്ട് ചാടിക്കുക. ഓ എൻ്റെ മോനെ ഗൈസ്, ആ ഒരു ഇത് കണ്ടോ? എങ്ങനെയുണ്ട് ആ സാധനമൊക്കെ? ഇങ്ങനെ തീർപ്പിച്ച് ആ ഒരു ഷോക്കൊക്കെ ഇങ്ങനെ അടിച്ച് ഗൈസ്, അതൊക്കെ ആണ് കിടിലൻ. എന്തായാലും നമ്മൾ അങ്ങനെ കയറുന്നില്ല ഗൈസ്. ഇതങ്ങോട്ട് കയറുന്നില്ല, എന്താ പറ്റിയെന്നൊരു പിടിയില്ല. ഇത് കയറുന്നില്ല ഗൈസ്. നമ്മുടെ നാറിന് എന്തോ പറ്റി, ഇത്രയും പൈസ കൊടുത്ത വാങ്ങിയ സാധനം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി ചാടിക്കണം. എന്തായാലും അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് സ്പീഡ് വന്ന് ഇടിച്ച് തീർപ്പിച്ച് ചാടിക്കും ഗൈസ്. ഓ എൻ്റെ മോനെ ഗൈസ്, ഇതൊന്ന് കളിച്ച് നോക്കണം കേട്ടോ, അടിപൊളി. നമുക്ക് നൈസാണ് വണ്ടി ഓടിക്കാനൊക്കെ. പക്ഷേ ഇടയ്ക്ക് വെച്ച് വണ്ടി കയ്യിൽ നിന്ന് പോവും. ഇതേണ്ട ഇങ്ങനെ പോവും ഗൈസ്, ഇങ്ങനെ പോവും. എന്നിട്ട് ഇങ്ങനെ സ്പീഡ് കുറഞ്ഞിട്ട് 50 വേണം നമ്മൾ ലാസ്റ്റ് ചാടിക്കേണ്ടതെന്ന്. ഇത് ഗൈസ്, നമ്മൾ ചള്ളയിലായി വീണ്ടും ഗൈസ്. ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. അടുത്ത ഗെയിം ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം ഗൈസ്. അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റീൽ ഡ്രാഗൺ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ് വായിക്കുന്നത്. എന്തായാലും കൊള്ളാം ഗൈസ്. ഇങ്ങനെയാണ് സംഭവം. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഒരു ഏരിയ ഉണ്ട്. നമ്മൾ മൾട്ടിപ്ലെയർ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൺലൈനിൽ കൂടെയാണ് ഗൈസ്. കണ്ടോ, അതിൻ്റെ മാച്ചിങ് ആണ് ഓൺലൈനിൽ കൂടെ തന്നെയാണ് ഗൈസ്. എന്നാൽ നമുക്ക് ഇത്ര പ്ലെയേഴ്സ് ഉണ്ട്, എനിമീസും ഉണ്ട്. അപ്പം ഈ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ഈ ഗണ്ണും കുന്തും ഒക്കെ ഉണ്ട് ഗൈസ്. അത് വെച്ചിട്ട് ഈ എനിമീസിൻ്റെ കാറ് നശിപ്പിക്കണം. എന്നിട്ട് അവിടുത്തെ സ്ഥലം ഇങ്ങനെ എന്തോ കീഴടക്കും, അങ്ങനെ എന്തോ ആണ്. എന്തായാലും കൊള്ളാം. എനിമീസിനെ കൊല്ലണമെന്ന് എനിക്കറിയാം ഗൈസ്. അതിനുള്ള സംഭവം നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് വണ്ടി നോക്കിയതാണ്. നമുക്ക് 2 വണ്ടി കിട്ടിയായിരുന്നു. ഓക്കെ, നമുക്ക് ടൈം എനിമീസിൻ്റെ ഇത് മണ്ടയ്ക്ക് കാണിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ എന്തോ 12 അപ്പുറത്ത് 13 കണ്ടോ ഗൈസ്. മിസൈലൊക്കെ കണ്ടോ, മിസൈലുണ്ട് ഗൈസ്. ഈ ഒരു വണ്ടിക്ക് പ്രത്യേകതയുണ്ട്, ഇങ്ങനത്തെ ടൈപ്പ് മിസൈലാണ്. പക്ഷേ ഇത് വേറൊരു സാധനമുണ്ട്, ഒരു അംബാസിഡർ പോലത്തെ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകതയൊന്നുമില്ല. അതിന് ജസ്റ്റ് ഒരു ചോക്കിനകത്ത് നിന്ന് വെടി പോകുന്ന പോലെ സംഭവമാണ് ഗൈസ് ശരിക്കും ഉള്ളത്. അതാണ് ശരിക്കും ഉള്ളത് ഗൈസ്. ഇങ്ങനത്തെ മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ അവൻ ഏകദേശം അടുത്താണെങ്കിൽ അത് തന്നെ പോയി കൊണ്ടോളൂ. നമ്മൾ മുന്നേ ഒന്നും വെക്കണ്ട. ഏകദേശം അടുത്തായിരിക്കണമെന്നേ ഉള്ളൂ ഗൈസ്, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഇതിങ്ങനെ നിൽക്കുന്നൊരു പിടിയില്ല. കണ്ടോ അവൻ അതിൻ്റെ ഇടയ്ക്ക് പോയി. പോയടാ. ഇതൊക്കെ എന്തോ മനുഷ്യനാ ഗൈസ്. അവൻ അതിൻ്റെ ഇടയ്ക്ക് ട്രക്കിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് പോയത്. ഇവിടെ നമ്മൾ ഈ ഒരു റൗണ്ടിനകത്ത് എന്താണ് ഗൈസ് ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. നമുക്ക് ആർക്കറിയാം ഗൈസ്, എന്താണെന്നൊരു പിടിയില്ല. നമുക്ക് നോക്കാം എടാ. ഓ ഗൈസ്, ഞാൻ അവൻ്റെ അടുത്ത് നിന്നിട്ടാണ് മിസൈൽ വിട്ടത്. അപ്പോൾ എൻ്റെ വണ്ടിയും കൂടെ പോയി. അതാണ് സത്യം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ അംബാസിഡർ. നമുക്ക് 2 ചാൻസാണുള്ളത്. ഫസ്റ്റ് നമ്മൾ ആ ഒരു കാറ് പോയി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചാൻസ് ഈ അംബാസിഡറാണ്. ഇതോടെ പോയി കഴിഞ്ഞാൽ ഗൈസ് അവർ പറയും മേപ്പോട്ട് നോക്കിയിരുന്നോളെ. അത്രേ ഉള്ളൂ സംഭവം ഗൈസ്. ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത് ഗൈസ്. ഇതും ഒരു അടിപൊളി ഗെയിമാണ്, ഒരു ഫൺ ഗെയിമാണ് ഗൈസ്. പിന്നെ വെറൈറ്റിയാണ്. പിന്നെ ഇങ്ങനത്തെ കാറ് ടൈപ്പും പിന്നെ ഇച്ചിരി വെടിവെപ്പും ഒക്കെ വേണമെങ്കിൽ ഗൈസ് ഈ ഒരു ഗെയിം നല്ല ഗെയിമാണ് ഗൈസ്. കണ്ടോ, അവന്മാർ വിടുന്നുണ്ട്. അവന്മാർ മറ്റേ ആ കാറും മിസൈലാണ് എന്നെ വിടുന്നത്. ഞാൻ എന്തായാലും ചാവുമെന്ന് ഉറപ്പാണ്. കണ്ടോ, അവന്മാരെ കൊണ്ടൊരു തരത്തിലും പറ്റത്തില്ല ഗൈസ്. അങ്ങനെ ആ ഒരു കഴിഞ്ഞു ഗൈസ്. ഞാൻ അടുത്ത ഗെയിം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഗൈസ്. ഇതാണ് നമ്മുടെ പ്ലേലിസ്റ്റിലെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഓഫ് റോഡ് ലെജൻഡ്സ് 2 എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഓഫ് റോഡ് എന്ന് പറയാൻ ഇങ്ങനത്തെ ഒരു വഴിയായിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മോണിസ്റ്ററൊക്കെ ആയിരിക്കും ഗൈസ്. എല്ലാം ഒരു മോണിസ്റ്റർ രൂപത്തിലായിരിക്കും. സ്കൂൾ ബസ് വരെ മോണിസ്റ്റർ രൂപത്തിലാണ് ഗൈസ് സംഭവം. ഗെയിം ഒരു ഫണ്ണി ടൈപ്പ് ഗെയിമാണ്. പിന്നെ ഒരു രസമാണ് ഗൈസ് ഈ ഒരു ഗെയിം കളിക്കാൻ. ഞാൻ ഒരു മെഷീൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇത് ഏതോ ഒരു വണ്ടിയാണ്, ഇത് നമ്മുടെ വണ്ടിയല്ല. നമുക്ക് ആ മെഷീൻ കളിക്കാൻ വേണ്ടി മാത്രം തരുന്നതാണ് ഗൈസ്. അതിങ്ങനെ ഇടിച്ചിളക്കി കളയണമെന്നാണ് തോന്നുന്നു ഗൈസ് ഉദ്ദേശിക്കുന്നത്, എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് അത് മതിയായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, നമുക്ക് വണ്ടിയൊക്കെ പവറാണ്. എടാ ഗൈസ്, നമ്മുടെ വണ്ടി ഫസ്റ്റ് പൊട്ടിപ്പോയി. നമുക്ക് 2 സ്റ്റാർ കിട്ടി ഗൈസ്. ഇനി ഒറ്റ സ്റ്റാറോടെ നമുക്ക് എടുത്താൽ മതി. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത സ്റ്റാർ എടുത്ത്
ഓക്കെ, നമ്മൾ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെയാണ് ഇതിനകത്തെ മിഷൻസ് എന്ന് പറയുന്നത് ഗൈസ്. പിന്നെ അടുത്ത മിഷൻ കൂടെ ഞാൻ കാണിച്ചു തരാം. അതൊരു ചെറിയ മിഷൻ ഉണ്ടായിരുന്നു ഗൈസ്. ഇങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ മിഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനത്തെ വഴിയൊക്കെയാണ് ഗൈസ്. ഈ ഒരു ഓഫ് റോഡിനെയാണ് ഗൈസ് ആ ഒരു ഗെയിം ഓഫ് റോഡ് എന്ന് പറയുന്നത്. എന്തായാലും ഉള്ള പരിപാടിയാണ്. ചോദിച്ചുകൊണ്ടാണ് ഗൈസ് പോകുന്നത് ഗൈസ്. ഇത് കളിക്കാൻ അടിപൊളിയാണ്. ഗൈസ് ആ ഫ്ലിപ്പൊക്കെ കണ്ടു, അതൊക്കെ പ്രൊഫഷണലായിട്ടുള്ളവർക്കേ പറ്റത്തുള്ളൂ. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തു, എന്നാലും അവിടെ ഇരിച്ചിട്ടുള്ളൂ ഗൈസ്. അല്ലാതെ ടൈം പോയതല്ല. എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇതും ഒരു നല്ലൊരു ഗെയിമാണ് ഗൈസ്. അതിനെ പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ ഗെയിമാണെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇത് കളിക്കുമ്പോഴേ നല്ല രസമാണ്. നമുക്ക് ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ചുമ്മാ ഇരുന്ന് കളിക്കാം ഗൈസ്. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഗൈസ്. അടുത്ത ഗെയിം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എന്തായാലും. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് മഡ് റണ്ണർ ഗൈസ്. ഇതൊരു ട്രക്ക് കൊണ്ടുള്ളൊരു ഓഫ് റോഡിങ് ഗെയിമാണ് ഗൈസ്. ഇതിനകത്ത് ജീപ്പും ഉണ്ട്, കാര്യങ്ങളുണ്ട് ഗൈസ്. പിന്നെ ഇതിന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കണമെങ്കിൽ ഗൈസ് എന്തായാലും പൈസ കൊടുക്കണം. ഞാൻ ഇതിൻ്റെ പൈസ കൊടുക്കാത്ത വേർഷൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ഗൂഗിളിൽ കയറിയാണ് കുറച്ച് പരിപാടി ഒപ്പിച്ചിട്ടാണ് ഗൈസ് ഇത് എടുക്കുന്നത്. ഇതിൻ്റെ ഫയൽ ഞാൻ നോക്കിയിട്ട് ഗൂഗിളിൽ ഒറ്റയടിക്കൊന്നും കിട്ടിയില്ല. പിന്നെ ഇച്ചിരി തപ്പേണ്ട വന്നു ഗൈസ്. എന്തായാലും കൊള്ളാം, സാധനം നമുക്ക് കിട്ടി ഗൈസ്. ഇതാണ് ആ ഗെയിം എന്ന് പറയുന്നത്. ഇതിന് സൈസ് എന്ന് പറയുന്നത് 600 MB വരും ഗൈസ്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ്. ഒരു കുറേ ഒറിജിനാലിറ്റിയും കാര്യങ്ങളും ഉണ്ട് ഗൈസ്. നമ്മൾ ട്രക്ക് കൊണ്ട് ലോഡ് എടുത്തിട്ട് അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ട് കൊടുക്കുകയാണ് ഗൈസ് ചെയ്യുന്നത്. അതും ഈ കാട്ടിക്കൂടൊക്കെയാണ് വണ്ടി കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് വണ്ടിയൊക്കെ പൊതയും. പിന്നെ ഗൈസ് സൗണ്ട് എഫക്റ്റ്. പിന്നെ നമുക്ക് ആ വണ്ടി ഹെവി ആയതുകൊണ്ട് വണ്ടിക്ക് തിരിക്കാനുള്ള പാടും ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നല്ല സ്പീഡിലൊന്നും വണ്ടി പോകത്തില്ല ഗൈസ്. ഇതിനകത്ത് 9 ഗിയറുണ്ട് ഈ വണ്ടിക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഗൈസ്. പിന്നെയെന്ന് പറയാനുള്ളത് അത്യാവശ്യം നല്ല ഒരു ഗെയിം തന്നെയാണ്, അല്ലാതെ അതിനൊന്നും പറയാനില്ല. ഗൈസ് ഇവിടെ നിന്നാണ് നമ്മൾ ഓഫ് റോഡിങ് തുടങ്ങുന്നത്. ഇങ്ങനെയാണ് ഗൈസ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചള്ളയിൽ ആ കയറുന്നതിൻ്റെ ആ ഒരിതും എല്ലാം അടിപൊളിയാണ് ഗൈസ്. ഇതും ഈ ഒരു ഗെയിം ഒരു അടിപൊളി ഗെയിമാണ്. നിങ്ങൾ ഇങ്ങനെ ട്രക്ക് കൊണ്ട് ഇങ്ങനത്തെ ഓഫ് റോഡും കാര്യങ്ങളും സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഇതേ കണ്ടോ, ഇത് പെയ്യാണ് ഗൈസ് കയറുന്നത് തന്നെ. ഭയങ്കര ചള്ളയാണ് അവിടെ. ആ ചള്ള നമ്മൾ വണ്ടി കയറിയിട്ടുള്ള ആ ഒരു ടയറിൻ്റെ ആ ഭാഗം കണ്ടോ ഗൈസ്, അവിടെ ഇപ്പോഴും അതങ്ങനെ തന്നെ നടപ്പുണ്ട്, ഒറിജിനൽ പോലെ ഗൈസ്. അതും ഒരു ഇതാണ്, അതും ഒരു സംഭവമാണ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയ്യ ചള്ളയിലോട്ട് ഇറക്കാം ഗൈസ്. എന്തായാലും ഇതുവരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഗൈസ് നമ്മൾ ചള്ളയിലോട്ട് ഇറക്കി ഗൈസ്. ഇതും സെറ്റാണ് ഗൈസ്. ഇതിൽ നമ്മൾ കുറേ മിഷൻസൊക്കെ ഉണ്ട്. കുറേ മിഷൻസ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മിഷൻസൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ നമ്മൾ ചെയ്യണം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല വണ്ടീസും കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ കിട്ടും ഗൈസ്. നല്ല വണ്ടിയൊക്കെ കിട്ടും. കല്ലൊക്കെ കണ്ട, കല്ല് പോകുന്നുണ്ട്, കല്ലൊക്കെ താരുന്നുണ്ടോ ഗൈസ്. ഇതൊരു അടിപൊളി ഗെയിമാണ്. പിന്നെ ഗൈസ് ഇതിലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പറയാനുള്ളത് ഗൈസ്, ഇതിന് പോരായ്മയായിട്ട് ഒന്നും പോരായ്മയായിട്ട് ഇതിൻ്റെ സ്റ്റിയറിങ് ഗൈസ് ഭയങ്കര ബാലൻസ് കുറവാണ് ഇതിൻ്റെ സ്റ്റിയറിങ്. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും അല്ല വണ്ടി വയ്ക്കുന്നത്. പിന്നെ വണ്ടിക്ക് സ്പീഡൊക്കെ ഇച്ചിരി കുറവാണ് ഗൈസ് ഫസ്റ്റ് വണ്ടിക്ക് തന്നെ ഗൈസ്. ഞാൻ നേരത്തെ ഒരു സ്നോ റണ്ണർ എന്ന് പറഞ്ഞൊരു ഗെയിം ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PC കളിക്കുന്ന ഗെയിമാണ്. അതൊരു സൂപ്പർ ഗെയിമാണ് കേട്ടോ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ, പോയി എന്തായാലും കാണുക. അതൊരു PC കളിക്കുന്ന ഗെയിമാണ്. ആ സ്നോ റണ്ണർ എന്ന് പറഞ്ഞ ആ ഗെയിം അതിലുണ്ട് ഗൈസ്. അതെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി ഉറപ്പായിട്ടും കാണുക. എൻ്റെ ചാനലിനകത്തുണ്ട്. എന്തായാലും ഞാൻ ഒത്തിരി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടും ഗൈസ്. സ്നോ റണ്ണർ നിങ്ങൾ ജസ്റ്റ് നോക്കുക ഗൈസ്. എൻ്റെ വീഡിയോസ് ഒന്നും ഇതുവരെ കാണാത്തവരാണെങ്കിൽ എല്ലാ വീഡിയോസും പോയി കാണുക ഗൈസ്. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾക്ക് പറ്റൂ ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, മറക്കില്ല. ഇനിയും ഞാൻ പറയത്തില്ല ഗൈസ് അതിനെപ്പറ്റി. ഒരു തവണ പറയത്തുള്ളൂ. ഇത് ഞാൻ ഇപ്പം തന്നെ ഒരു 4-5 തവണ പറഞ്ഞു. ഇനിയും ഞാൻ പറയത്തില്ല ഗൈസ്. ഇത് ലോഡ് എടുക്കുന്നില്ല വണ്ടി, എന്താണ് ഒരു പിടിയില്ല. ഇങ്ങനെയാണോ ലോഡ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഇങ്ങനെ അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഒന്നുകൂടെ നോക്കാം, കറക്റ്റായിട്ടൊക്കെ ഒന്ന് കയറ്റി നോക്കാം
ഗൈസ് ഇതേ വണ്ടി കറക്റ്റായിട്ടൊക്കെയാണ് കയറ്റിയത് ഗൈസ്. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, കണ്ടോ? ഇനി എങ്ങനെയാ ഗൈസ്? ഇങ്ങനെന്ത് കളിക്കുന്നോ ഗൈസ്? ഇതേ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതേ നമ്മൾ കുറച്ച് അതിലെടുക്കാനൊന്നും പറ്റുന്നില്ല ഗൈസ്. ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറ്റി പോവാം കുറച്ചുകൂടെ. ഓക്കെ ഗൈസ്, നമ്മുടെ ലോഡ് വണ്ടി കയറി ഗൈസ്. ഇങ്ങനെയാണ് ഗൈസ് സംഭവം. ഇതേ നമുക്ക് പോകേണ്ട സ്ഥലം ഇവിടെ എവിടെയെങ്കിലും കാണും. ഇത് എന്തുകൊണ്ടേ ഇതെങ്ങോട്ട് പോകണ്ടേ ഗൈസ്? എന്തായാലും ഇവിടെ എവിടെയെങ്കിലും നോക്കി ലോഡ് കൊണ്ടുപോകുന്ന സ്ഥലം കാണും ഗൈസ്. അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് നോക്കി ലോഡ് എടുത്താൽ മാത്രം പോരല്ലോ ഗൈസ്. ഇനി ഞാൻ ആൻഡ്രോയിഡ് ഗെയിംസൊക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട്, ഓരോരോ ഗെയിംസായിട്ട് ഗൈസ്. എന്തായാലും കൊള്ളാം, നമുക്ക് നോക്കാം. അതെ ഗൈസ്, അവിടെയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. അവിടെ കൊണ്ടുപോവുക, ലോഡ് അങ്ങോട്ട് ഇറക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ ഗൈസ്. അവിടെ പോവാണ് നമ്മൾ. എന്തോ ഓക്കെ നോക്ക് ഗൈസ്, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇത് നമ്മൾ പോവാൻ തുടങ്ങുകയാണ് ഗൈസ്. ഓ വണ്ടി വിട്ടു ഗൈസ്. ഇനിയിപ്പോൾ പിടിച്ചാൽ നിൽക്കത്തില്ല. ഇനി ഈ കാട്ടിക്കൂടൊക്കെ ഈ ലോഡും കൊണ്ട് പറത്തും ഗൈസ്. ഗൈസ് എന്തായാലും കൊള്ളാം. വണ്ടിക്ക് തന്നെ പോകാൻ പറ്റുന്നില്ല, പിന്നാണ് ഇത്രയും വലിയൊരു ലോഡ് തന്നേക്കുന്നത്. ഇതും വലിച്ചിട്ട് വേണം വണ്ടി പോകാൻ നോക്കുമ്പോഴാണ് ഗൈസ് ഒരു സങ്കടം. പിന്നെ നമ്മളെ വണ്ടി പെയ്യാണ് ഗൈസ് പോകുന്നത്. നല്ലപോലെ ഇങ്ങനെ ഓഫ് റോഡ് ട്രക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ കാട്ടിലൂടെയൊക്കെ ഇത്ര വലിയ ട്രക്കൊക്കെ ഓടിച്ചു പോകാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു മസ്റ്റ് ട്രൈ ഗെയിമാണ് ഗൈസ്. ഇതും ഇച്ചിരി കുറച്ച് ഒറിജിനാലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് തലയൊക്കെ ചൂടാവും നമുക്ക് ഇടയ്ക്ക് വണ്ടി ചള്ളയിലൊക്കെ പെട്ട് കിടക്കുമ്പോൾ. അപ്പം നമുക്ക് അതിനനുസരിച്ച് വള്ളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മറ്റേ ഫ്രണ്ടിലൊക്കെ അറിയാമല്ലോ, ഇങ്ങനെ വലിച്ചെടുക്കത്തില്ല വണ്ടിയൊക്കെ ഗൈസ്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അതാണ് സത്യം ഗൈസ്. ആ സംഭവം ഉണ്ട്, അതുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്ത് വണ്ടി ഇങ്ങനെ ഫുള്ള് ചെയ്തിങ്ങനെ എടുക്കാമെന്നേ ഉള്ളൂ ഗൈസ്. അതൊക്കെ ഇതൊക്കെ ഗൈസ് ഇങ്ങനത്തെ ഗെയിംസൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് എന്തായാലും നമുക്ക് കാണാം. അടുത്തൊരു വീഡിയോ നമുക്ക് PC ഗെയിംസും വരും ഗൈസ്, ഇടയ്ക്ക് ആൻഡ്രോയിഡ് ഗെയിംസായിട്ട് ഇനിയും വരും. ആൻഡ്രോയിഡിൽ ഓരോരോ ഗെയിംസായിട്ടൊക്കെ വരും ഗൈസ്. എന്തായാലും വെറൈറ്റി ഗെയിംസായിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വെറൈറ്റി ഗെയിംസ് ഒന്നും അത്ര ഇതായിട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ എന്ത് വെറൈറ്റിയാണ് ഗൈസ് ചെയ്യണ്ടേ ഗൈസ്? ഏതെങ്കിലും ഒരു ഗെയിം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം ഗൈസ്, അത്ര പറയുന്നുള്ളൂ ഗൈസ്. എൻ്റെ വണ്ടി ഇപ്പം ചള്ളയ്ക്കകത്ത് മുഴുവൻ മുങ്ങിപ്പോകും വെയിറ്റ് കാരണം. ഇത് കിടക്കുന്നതുണ്ട്, ഒരു സൈഡ് ഫുള്ള് മുങ്ങി ചള്ളയിൽ ഗൈസ്. നമുക്ക് നമ്മൾ റോപ്പ് ഇട്ട് കാണിക്കാം. ഇതാണ് റോപ്പിൻ്റെ സെക്ഷൻ. റോപ്പ് എടുത്തിട്ട് ഇതേ ഓക്കെ, നമ്മൾ റോപ്പ് ഓണാക്കി. ഇതേ കണ്ടോ മരം ചരിഞ്ഞുണ്ടോ ഗൈസ്? ഇത് നമ്മുടെ വണ്ടി കയറുന്നുണ്ടോ? അങ്ങനെ വേണം ഗൈസ് സാധനം കയറ്റാൻ. ഇതേ കണ്ടോ, അങ്ങനെ ആയിരുന്നു സാധനം ഗൈസ്. അങ്ങനെ വേണം ആ സംഭവം യൂസ് ചെയ്യാനും. ഓക്കെ, നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക ഈ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ്. ഇതിൻ്റെ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്ലേ സ്റ്റോറിൽ അങ്ങനെ കിട്ടത്തില്ല. കിട്ടും, പക്ഷേ പൈസ കൊടുക്കണം ഗൈസ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഗൈസ്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ വേറെ ഗെയിംസായിട്ടൊക്കെ ഇനി വരാം ഗൈസ്. നൈസായിട്ടുള്ള ഗെയിംസൊക്കെ ആയിട്ട് ഇനി വരാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതല്ലേ? ജസ്റ്റ് ഒരു ബട്ടൺ ഞെക്കിയ പോലെ ഗൈസ്, ഒരു മനുഷ്യനല്ലേ? ഗൈസ്, ഇതൊക്കെ ഒന്ന് ചെയ്തതാ. ഓക്കെ, എന്തായാലും പോവാണ് ഗൈസ്. ബൈ.